ബി.ജെ.പിക്ക് കേരളത്തിൽ ആദ്യമായി കിട്ടിയ കോർപ്പറേഷൻ ഭരണം, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിയുമോ, അല്ലെങ്കിൽ അത് അട്ടിമറിക്കാൻ UDF-നും LDF-നും കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു താൽക്കാലികമായ വിജയം, അല്ലെങ്കിൽ വലിയൊരു വിജയം തന്നെ ബി.ജെ.പി നേടിയിരിക്കുന്നു. കാരണം അവരുടെ അംഗം R. സുഗതൻ, അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്. അദ്ദേഹം തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് നേരത്തെ 20ഓളം ബി.ജെ.പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അത് അസാധുവാക്കിയിരുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം മറ്റ് 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും സുഗതന് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും അവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മുഖ്യ ഉന്നം ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് അട്ടിമറിക്കുക എന്നുള്ളതാണ്. കാരണം ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടെയാണ് ബി.ജെ.പി ഇപ്പോൾ ഭരിക്കുന്നത്. 2 സ്വതന്ത്രന്മാരാണ് കോർപ്പറേഷനിലുള്ളത്. അതിലൊരു സ്വതന്ത്രൻ ബി.ജെ.പിയുടെ കൂടെ നിൽക്കുന്നു. ഒരു സ്വതന്ത്രൻ എപ്പോൾ വേണമെങ്കിലും ബി.ജെ.പിയുടെ കൂടെ നിൽക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഏതായാലും ഇത്തരമൊരു സന്ദർഭത്തിൽ ഭരണത്തെ അട്ടിമറിക്കാൻ എങ്ങനെ കഴിയുമെന്ന് LDF-ഉം UDF-ഉം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുമിച്ച് നിൽക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. പക്ഷേ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ബി.ജെ.പിയെ അട്ടിമറിക്കണം എന്ന് പറയുന്ന CPM-കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു UDF-LDF സഹകരണം അവരുടെ രാഷ്ട്രീയം തന്നെ ഇല്ലാതാക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് ബി.ജെ.പിക്ക് എതിരാളികൾ പരസ്പരം യോജിക്കില്ല, അവർക്ക് കൂട്ടുചേരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ദശാബ്ദത്തിലധികമായിട്ട് അവർ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുകയാണ്. ആ നഗരസഭ ഭരിക്കുന്നതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഇതുവരെ കിട്ടിയിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണമാണ്. പല അഴിമതി കഥകളും പുറത്തു വരികയാണ്. പാളയത്തൊക്കെയുള്ള നിരവധി കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഗുണ്ടാ പിരിവുകളൊക്കെ തന്നെ തടയാൻ ഇപ്പോൾ കോർപ്പറേഷന് കഴിഞ്ഞിരിക്കുന്നു. പല കെട്ടിടങ്ങളും അവർ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അനധികൃത കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി. അങ്ങനെ CPM-കാർക്ക് പ്രാദേശിക തലത്തിൽ പണമുണ്ടാക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളാണ് തടഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഒരുപാട് ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഈ ഒരു ഭരണം മുന്നോട്ട് പോകുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് വലിയൊരു വിഭാഗം, CPM-നകത്ത് തന്നെയുള്ള വലിയൊരു വിഭാഗം UDF-ഉമായി ചേർന്നിട്ടാണെങ്കിൽ പോലും ബി.ജെ.പിയെ മറിച്ചിടണം എന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു വിഷയമായി എടുത്തിരുന്നത് സുഗതൻ്റെ വിഷയമാണ്. അതിൻ്റെ പേരിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കവാടത്തിൽ അവർ സമരം ചെയ്തിരുന്നു. ആ സമരം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് 3 തവണ യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരവസ്ഥയിലെത്തുന്ന സമയത്ത് സുഗതനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരിക്കും. ഇവിടെയും തദ്ദേശ ഭരണ നിയമത്തിലെ മുനിസിപ്പാലിറ്റി ആക്ടിലെ വകുപ്പുകളൊക്കെ തന്നെ ബി.ജെ.പിക്ക് അനുകൂലമാണെന്ന് പറയാൻ കഴിയും. കാരണം ഒരു അംഗം മുൻകൂട്ടി അനുവാദം വാങ്ങാതെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് യോഗ്യനാവുന്നത്. ആ അംഗത്തിന് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അനുവാദം കോർപ്പറേഷൻ കൗൺസിൽ കൊടുക്കുകയാണെങ്കിൽ അത് എത്ര കാലത്തേക്ക് കൊടുക്കാം, ഒരു തവണത്തേക്ക് കൊടുക്കാമോ, 2 തവണത്തേക്ക് കൊടുക്കാമോ, ഒരു 6 മാസത്തേക്ക് കൊടുക്കാമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നിയമത്തിൽ പറയുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് കോർപ്പറേഷൻ തീരുമാനമെടുക്കുന്നു, സുഗതന് പങ്കെടുക്കാൻ 6 മാസത്തെ അവധി കൊടുക്കുന്നു. അതല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയിൽ കാപ്പ കേസിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ യോഗം നടക്കുന്ന സമയത്തെങ്കിലും ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം വാങ്ങുക. ഈ ഒരു പോംവഴിയാണ് ബി.ജെ.പിയുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ പോംവഴി മുൻകൂർ അനുവാദം നൽകുകയാണ് പങ്കെടുക്കാതിരിക്കാനുള്ള 6 മാസത്തേക്ക്. അതല്ലെങ്കിൽ നിയമപരമായിട്ട് അതിൽ നിന്ന് ജാമ്യം നേടുകയാണ്, കാപ്പയിൽ നിന്ന് മുക്തരാവാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. മൂന്നാമത്തേത് ഓരോ യോഗം വരുന്ന സമയത്തും ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം കോടതിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. ഇങ്ങനെയൊരു പോംവഴിയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അവർ അടുത്ത യോഗം കഴിയുമ്പോഴേക്ക് ഇയാളെ അയോഗ്യനാക്കണം. കാരണം ഇപ്പോൾ 2 യോഗത്തിൽ തുടർച്ചയായിട്ട് ഇദ്ദേഹം പങ്കെടുത്തില്ല. 3ാമത്തെ യോഗത്തിലും പങ്കെടുക്കാത്ത സമയത്ത് ഇദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ വരുന്ന സമയത്തും ബി.ജെ.പിക്ക് ഒരു ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം വരും. പക്ഷേ അപ്പോഴും പകരം എന്ത് എന്നുള്ളൊരു നിലപാട് വരും.
അത് CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരുന്നു. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷി UDF ആണ്. അതിനെ നഖശിഖാന്തം എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF ആണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും കേരളത്തിലെ ഏതെങ്കിലും മുക്കിലും മൂലയിലല്ല, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരുമിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വാദമുഖങ്ങളും പൊളിയുന്നതാണ്. അതുമാത്രമാണ് ഇപ്പോൾ BJPക്ക് ഒരു ആശ്രയം. അതേസമയത്ത് BJPയുടെ മേയർ VV രാജേഷ് വളരെയധികം പോപ്പുലറായി കഴിഞ്ഞു. BJP അതെ നല്ല ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ വിമർശനങ്ങളും കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു നല്ലൊരു കോർപ്പറേഷൻ ഭരണം സൃഷ്ടിച്ചെടുത്താൽ BJPക്ക് മറ്റ് കോർപ്പറേഷനുകളിലേക്കും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയും. CPM-നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും BJP അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനായിരുന്നു അവർ സുഗതൻ്റെ വിഷയം ഉന്നയിച്ചിരുന്നത്. രാഷ്ട്രീയമായി കാപ്പ കേസിലെ പ്രതിയെ ഒക്കെ കൊണ്ടു നടക്കുന്നു എന്ന് BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് കൊലപാതക കേസിൽ പ്രതിയായ കാരായി രാജൻ തലശ്ശേരി എന്നുള്ള MLA ആണ്. സുഗതനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കേസുകളൊന്നുമില്ല. അദ്ദേഹത്തിന് ഇതുവരെ ഒരു കോടതിയും അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല. അതേസമയത്ത് കാരായി രാജൻ ഇതിനേക്കാൾ ഗുരുതരമായ കേസിലെ പ്രതിയാണ് എന്നുള്ളൊരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയമായ തർക്കങ്ങൾ നടക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭാ ഭരണം വളരെയധികം കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുകയാണ്. കേരളത്തിൽ 6 കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏറ്റവും അധികം വിവാദം ആവുന്നത് അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നത്. ആ ഒരു പ്രക്രിയ ഇനിയും തുടരുമെന്ന് തന്നെയാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്.